ബ്രഹ്മാവിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആർക്കെതിരെയും അജയ്യനായിത്തീരും എന്ന വരം ലഭിച്ച ശക്തനായ ഒരു അസുരനായിരുന്നു ദാരികൻ. ഇതിൽ നിന്ന് ശക്തി പ്രാപിച്ച ദാരികൻ അഹങ്കാരിയായി തീർന്നു. അവൻ ലോകത്തെ മുഴുവൻ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ ദേവന്മാരെ പോലും വെല്ലുവിളിച്ചു. ദാരികന്റെ സ്വേച്ഛാധിപത്യം തടയാൻ കഴിയാതെ ദാരികനെ നശിപ്പിക്കാൻ ശിവൻ തന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഭദ്രകാളി എന്ന ഉഗ്രയും ശക്തിയുമായ ദേവതയെ സൃഷ്ടിച്ചു. ഭദ്രകാളിയും ദാരികനും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു. പല മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നിട്ടും ദേവിയുടെ ദിവ്യകോപത്തെ നേരിടാൻ ദാരികൻ കഴിഞ്ഞില്ല. തീവ്രമായ ഒരു പോരാട്ടത്തിനു ശേഷം ഭദ്രകാളി ദാരികന്റെ ശിരസ്സറുത്തു. എന്നിട്ടും ദേവിയുടെ കോപം അടങ്ങിയില്ല. വിഷ്ണു ഭഗവാൻ ഗരുഡനെ ഒരു നൃത്തം ചെയ്ത് ഭദ്രകാളിയുടെ ദേഷ്യം അടക്കുവാനായി അയച്ചു. ഗരുഡ നൃത്തം ഭദ്രകാളിയെ സന്തോഷിപ്പിക്കുകയും അവളുടെ കോപം ശമിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതീകമായാണ് കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വഴിപാടായി ഗരുഡൻ തൂക്കം നടത്തപ്പെടുന്നത്.